ദൗർഭാഗ്യവശാൽ ഇന്ന് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും വേണ്ടിയില്ല, പണം മാത്രം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാധ്യമപ്രവർത്തനത്തെ കൊണ്ടുപോകുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും പഠിക്കാതിരിക്കുകയും ഒരു അധ്യാപക ജോലിയിൽ നിന്നും മാധ്യമരംഗത്തേക്ക് കടന്നു വരികയും ചെയ്ത ഡോക്ടർ അരുൺകുമാർ എന്ന് പറയൂ, ചീത്ത വിളിക്കാൻ വന്നതല്ല, സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. അപ്പോ ഞാനത് പറയാൻ വന്നത്, ഈ അരുൺകുമാറിനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മുടെ കോവിഡ് സമയത്ത് ഇയാളുടെ റിപ്പോർട്ടിംഗ് രീതിയായിരുന്നു. ഈ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യത്തെ കൊറോണ രോഗി റാന്നിയിലേക്ക് സഞ്ചരിച്ച നാൾ വഴികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ, ഞാൻ കാല് പിടിക്കാം. ഈ നാട്ടിലെ ജനങ്ങളുടെ മനസമാധാനം മുഴുവൻ ഏത് രീതിയിൽ നശിപ്പിക്കാം, അവരുടെ വൈകാരികമായിട്ടുള്ള ഇത്തരം വികാരങ്ങളെ വിറ്റുകൊണ്ടും ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം, അവരുടെ മാനസികാവസ്ഥയെ തകർത്തുകൊണ്ടും ഏത് രീതിയിൽ ചാനലിന് റേറ്റിംഗ് കൂട്ടിക്കൊടുക്കാം എന്നതിനകത്ത് ഗവേഷണം ചെയ്ത ഈ മൊട്ട അരുൺകുമാർ എന്ന് വിളിക്കുന്ന അരുൺകുമാറിനെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തി പോലീസ് പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു, 1ാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത കാണാൻ കഴിഞ്ഞു. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. പെട്ടെന്ന് വായിക്കേ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഒപ്പനയെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ റിപ്പോർട്ടർ ചാനലിലെ 3 പേർക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് വരികയാണ്. മാധ്യമപ്രവർത്തകരായ ഡോക്ടർ കെ അരുൺകുമാർ, ഷഹബാസ്, കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? അപ്പോ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെ ദൈവമായിട്ട് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. പക്ഷേ ഈ വിഷയത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ അരുൺകുമാർ തമാശ രൂപേണ പറഞ്ഞു കളഞ്ഞതാണ്. പക്ഷെ ഇതാണോടാ മാധ്യമ പ്രവർത്തനം? നീയൊക്കെ ഇതാണോ കാണിക്കേണ്ടത്? കലോത്സവത്തിന് പോയിട്ട് പ്രായപൂർത്തിയാകാത്ത, അല്ലെന്നുണ്ടെങ്കിൽ 15 വയസ്സ് പൂർത്തിയാകാത്ത ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം പകർത്തിക്കൊണ്ട് അതിനെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഉണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തനമാണോ നീയൊക്കെ നടത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഒരു സാധാരണക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും ഇരുന്നൊന്ന് ആലോചിക്കണം, എന്തായിരുന്നു ഒരു കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് നിന്ന്. സത്യത്തിൽ കേട്ടാ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. സഹൃദയ സദസ്സിന് സാദരം കൂപ്പുകൈ. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.